ഇത് കേരളത്തിൻ്റെ തെക്കേയറ്റത്ത് പാറശാലയ്ക്ക് സമീപം കാക്കരവിള എന്ന സുന്ദരമായ ഗ്രാമത്തിലെ LMS LP സ്കൂൾ. നൂറ്റാണ്ടോളം പഴക്കമുള്ള ഈ സ്കൂളിലാണ് 40 വർഷങ്ങൾക്ക് മുമ്പ് 4ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. ഈ സ്കൂളുമായി ബന്ധപ്പെട്ട എൻ്റെ മനോഹരമായ ചില ഓർമ്മകളിലേക്കാണ് നിങ്ങളെ ഞാനിന്ന് കൊണ്ടുപോകുന്നത്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഇതൊരു ഓലമേഞ്ഞ കെട്ടിടം മാത്രമായിരുന്നു. ഇപ്പോൾ അത് ഓടായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ ഈ കാണുന്ന പെയിൻറ്റിങ്സ് ഒന്നും അക്കാലത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ കാണാവുന്ന ഏക മാറ്റം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന സർവശിക്ഷ അഭിയാൻ്റെ ഈ ബിൽഡിംഗാണ്. അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, നമസ്കാരം. സജീസ് ഇന്നോവേഷൻസിൻ്റെ വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ തംബ്നെയിലും പിന്നെ ആദ്യം കണ്ട ക്ലിപ്പിങ്സും വീഡിയോ ക്ലിപ്പിങ്സും കണ്ടപ്പോൾ നിങ്ങൾക്കെല്ലാം കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, ഇത് തമ്മിൽ എന്താ ബന്ധം. എന്നാൽ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഞാൻ നേരത്തെ കാണിച്ച എൻ്റെ സ്കൂളുമായിട്ട് വളരെ ബന്ധപ്പെട്ടൊരു ഐറ്റമാണ്. അതായത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്. ഇത് വെറുതെ ഞാൻ പറഞ്ഞുവെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് കുറേ ഓർമ്മകളുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ കിട്ടിയിരുന്ന അതേ ഉപ്പുമാവ് വല്ലാത്തൊരു ടേസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ നമുക്ക് എല്ലാവരുടെ വീട്ടിലും റേഷൻ ഗോതമ്പ് ധാരാളം ഇരിപ്പുണ്ട്, നുറുക്ക് ഗോതമ്പ്. അത് വെച്ച് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന ഒരു ഐറ്റവും കൂടിയാണ്. ഞാൻ ആ കഥ എൻ്റെ സ്കൂളിൽ വളരെ എന്താ പറയുക വളരെ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു സ്റ്റോറി എനിക്കുണ്ട്. ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കൂടെ ചെറുതായിട്ട് അതും കൂടെ പറയാം. നമുക്ക് സ്ട്രെയിറ്റ് അവേ ഇതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. ഇടയ്ക്ക് ഞാൻ കൂടെ പറയാം. അപ്പോൾ ഐറ്റംസ് എല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഓരോന്നൊരു ഇടുമ്പോൾ പറഞ്ഞുതരാം. നമ്മളിത് മെയിനായിട്ട് കുക്കറിൽ ഉണ്ടാക്കാൻ പോകുന്നുണ്ട്. കുക്കറിൽ ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പ്രോസസ്സ് ഉണ്ട്, അത് ആദ്യം ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്, ചൂടായിരിപ്പുണ്ട്. ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയ്ക്കാ ടേസ്റ്റ്. നിങ്ങളുടെ കയ്യിൽ സൺഫ്ലവർ ഓയിൽ നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിക്കാം കേട്ടോ. സോ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാനിത് എടുത്തിരിക്കുന്നത് നുറുക്ക് ഗോതമ്പ്. ഇത് 2 കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കപ്പ് വേണം എടുക്കാം, അതനുസരിച്ച് വെള്ളം ചേർക്കണമെന്നേ ഉള്ളൂ. ഇത് 240 ml 2 കപ്പ് നന്നായിട്ട് കഴുകി തോരാൻ വെച്ചെടുത്താൽ കേട്ടോ. വെള്ളം എല്ലാം കളഞ്ഞെടുത്താൽ. ഇത് കുതിർത്തിട്ടില്ല, സ്ട്രെയിറ്റ് ആയി വെള്ളത്തിൽ കഴുകിയെടുത്താൽ കേട്ടോ. ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് സോ ഇത് വറുക്കുന്നതിനൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വളരെ രസകരമായ വളരെ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സ്റ്റോറി ഇതിൻ്റെ പുറകിലുണ്ടെന്ന്. ഞാൻ പഠിച്ച സ്കൂളാണ് നിങ്ങളെ കണ്ടത്, അതായത് കാക്കരവിള LMS LP സ്കൂൾ. ആ സ്കൂളിലാണ് ഞാൻ 4ാം ക്ലാസ് വരെ പഠിക്കുന്നത്. സോ ഒരു 40 വർഷം മുമ്പ്, എൻ്റെ ഏജ് വേണമെങ്കിൽ കണക്കാക്കിക്കോട്ടോ. അപ്പോൾ ഞാൻ അവിടെ പഠിക്കുന്ന സമയത്ത് ഇന്നുള്ളതുപോലെ അപ്പോൾ എന്താ പറയുക ഉച്ചഭക്ഷണം അങ്ങനത്തെ കാര്യങ്ങളൊന്നും സ്കൂളിലില്ല. ആ പ്രദേശത്തെ കുട്ടികൾ, ആ പ്രദേശത്താകെയുള്ള സ്കൂളാണ്. ആ കുട്ടികളൊക്കെ അവിടെയാണ് പഠിക്കുന്നത്. പക്ഷെ എല്ലാവരും ഉച്ചയ്ക്ക് വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കുക ചെയ്യുന്നത്. ഞങ്ങളും അതെ, ഉച്ചയ്ക്ക് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് ശേഷം ക്ലാസ് അറ്റൻഡ് ചെയ്യുക ചെയ്യണം. അപ്പോൾ അവിടെ കിട്ടുന്ന ഒരു സാധനമാണ് ഉച്ചയ്ക്ക് ഈ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപ്പുമാവ്. അതിൻ്റെ ഒരു ടേസ്റ്റ് വെച്ചാൽ വല്ലാത്തൊരു ടേസ്റ്റാണ്. അതിലൊന്നും ഉണ്ടാവില്ല, 2 കടുകുമണി ഉണ്ടാവും, ചിലപ്പോൾ 1-2 മുളക് കിട്ടിയാലായി കറിവേപ്പില ഉണ്ടാവും. പക്ഷെ അതിൻ്റെ ടേസ്റ്റ് അത് എന്താ പറയുക, എന്ത് ഫുഡ് കഴിച്ചാലും കിട്ടാത്തൊരു ടേസ്റ്റാണ്. ഇടയ്ക്കിടെ ഞാൻ ഈ ഉപ്പുമാവ് വീട്ടിലുണ്ടാക്കാറുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ഓർമ്മ വരുന്നൊരു സാധനം കൂടിയാണ്. പിന്നെ എനിക്ക് ഈ ഉപ്പുമാവിനെ കുറിച്ച് ഓർക്കുമ്പോൾ വളരെ എന്താ പറയുക സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്ന ഒരു ടീച്ചറും കൂടെ ഉണ്ട്. ഞങ്ങളുടെ സ്കൂളിലെ തയ്യൽ ടീച്ചർ, ക്രാഫ്റ്റിൻ്റെ തുന്നൽ എന്ന് പറയില്ലേ, തുന്നൽ പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചറാണ്. ടീച്ചറിൻ്റെ പേര് എസ്തർ എന്നാണ്. ടീച്ചർ ഭയങ്കര ദൈവവിശ്വാസിയാണ്. അപ്പോൾ ഈ ടീച്ചർ എന്താ പറയുക, ഞങ്ങൾ ആ സ്കൂളിൽ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ല ആ സമയത്ത്. അപ്പോൾ ഞങ്ങളെല്ലാവരും നിലത്തിരുന്നിട്ടാണ് ഈ ഉപ്പുമാവ് മേടിക്കുക. എല്ലാവരും വീട്ടിൽ നിന്ന് പാത്രം കൊണ്ടുപോകണം. അപ്പോൾ നിലത്ത് ഇങ്ങനെ നിരന്നിരിക്കുമ്പോൾ ഉപ്പുമാവ് വിളമ്പിത്തരും. വിളമ്പിക്കഴിഞ്ഞാൽ ആരെയും കഴിക്കാൻ ടീച്ചർ സമ്മതിക്കില്ല. ടീച്ചർ ഭയങ്കര ദൈവവിശ്വാസിയാണ്, ഞാൻ പറഞ്ഞല്ലോ. എല്ലാവരെ കൊണ്ടും ഒരു പാട്ട് പഠിക്കും ആദ്യം, ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട്. അതായത് ആ പാട്ടിങ്ങനെയാണ്: സ്തോത്രം ദൈവമേ, സ്തോത്രം ദൈവമേ, ഈ ആഹാരം തന്ന വൻകൃപയ്ക്കായി സ്തോത്രം ദൈവമേ. ഇത് 2 പ്രാവശ്യം എല്ലാവരും പാടിയതിന് ശേഷം മാത്രമേ ഇത് കഴിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു പ്രത്യേക ഈണമുണ്ട് ആ പാട്ടിന്. ഞാൻ ആ പാട്ട് പാടിയിട്ട് നിങ്ങളാരും വിഷമത്തിലാക്കണില്ല. അപ്പോൾ ഇങ്ങനെ ഒരുപാട് എന്താ പറയുക ഓർമ്മകളില്ല. അപ്പോൾ ആ ടീച്ചർ എസ്തർ എന്ന ടീച്ചറിൻ്റെ പേര് ഞാൻ പറഞ്ഞു. ഈ ടീച്ചറാണ് പല കോമ്പറ്റേറ്റീവ് എക്സാംസിനും സ്കൂളിനെ റെപ്രസെൻ്റ് ചെയ്ത് ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ വരുന്നത്. അങ്ങനെ എൻ്റെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുറേ മനോഹരമായ ഓർമ്മകൾ എനിക്കുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ സ്കൂളിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് ഈ നമ്മുടെ ഒരു എന്താ പറയുക നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ്. വളരെ ഈസിയായിട്ട് ഞാനിപ്പോൾ അത്രയും ആ സ്റ്റൈലിലല്ല ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് കുറച്ച് മോഡേൺ വേർഷൻ. ഞാൻ നേരത്തെ പറഞ്ഞാൽ കുറേ പച്ചക്കറിയൊക്കെ ചേർക്കുമ്പോൾ എൻ്റെ മക്കളെ കൊണ്ട് എന്താ പറയുക പച്ചക്കറി കഴിപ്പിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് ഞാനിതൊക്കെ കാണുക. അപ്പോൾ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒരുപാട് ഓർമ്മകൾ തരുന്ന ആ ഒരു ഐറ്റം.
ഇനിയും ഓർമ്മ വരുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ആ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ സ്കൂൾ ലീഡറായിരുന്നു. അവിടെ കുട്ടികൾക്ക് രാവിലെ അസംബ്ലിക്ക് സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞാനാണ്. ഇങ്ങനെ കുറച്ച് മനോഹരമായ ഓർമ്മകളുണ്ട്. ഇത് നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും ഇതിൽ ഞാൻ പറഞ്ഞത് കഴുകിയെടുത്താണ്. അപ്പോൾ ഇതിലെ വെള്ളം നന്നായിട്ട് വറ്റുകയും വേണം. വെള്ളം നന്നായിട്ട് വറ്റി ഈ എണ്ണയിൽ കിടന്നൊന്ന് വറുത്തിട്ടൊരു പൊട്ടുന്ന ശബ്ദം ഉണ്ടല്ലോ, ആ ശബ്ദം വരുന്നവരിത് ചെയ്യാം. അപ്പോൾ നമ്മുടെ നുറുക്ക് ഗോതമ്പ് കണ്ട് ഇപ്പോൾ ഒരു പൊട്ടുന്ന ശബ്ദമൊക്കെ വരുന്നില്ലേ? സോ ഇങ്ങനൊരു ശബ്ദം വരുന്നത് വരെ ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് വറുക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഇത് വേവിക്കുന്ന സമയത്ത് ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സമയത്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാനും പിന്നെ വെന്തങ്ങ് അളിഞ്ഞു പോകും, അത് ചെയ്യാതിരിക്കാൻ നമ്മളൊന്ന് ആദ്യം വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതായിട്ടുണ്ട്, നമുക്കിതിനൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ ബാക്കിയെല്ലാം ചെയ്യാൻ പോകുന്നത് കുക്കറിലാണ്. അതിനുവേണ്ടി ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഈ കുക്കറിൽ നമ്മളൊരു 2 ടേബിൾ സ്പൂൺ കണക്കാക്കി എണ്ണ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എണ്ണയ്ക്ക് പകരം ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്, വെളിച്ചെണ്ണയ്ക്ക് പകരം സൺഫ്ലവർ ഓയിൽ, പിന്നെ നെയ്യുടെ മണം ഇഷ്ടമുണ്ടെങ്കിൽ നെയ്യ് ഉപയോഗിച്ചാലും മതി കേട്ടോ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കടുക് ഒരു 1/2 ടീസ്പൂൺ കണക്കാക്കി ഞാൻ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് കൂടാതെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനത്തെ ഐറ്റംസിന് ഉഴുന്ന് പരിപ്പ് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ, അതിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനൊരു 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില, ഇത്ര ഇട്ടൊന്ന് ഇളക്കാം. സോ ഇത്രയും കഴിഞ്ഞാൽ നമ്മളിതിലേക്കൊരു കുറച്ച് ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഒരു 4 പച്ചമുളക് കേട്ടോ, ചെറിയ പച്ചമുളകാണ് 4 ഇട്ടിരിക്കുന്നത് എരിവിന് വേണ്ടി, അതിട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് നിങ്ങളുടെ എരിവ് അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത് ഈ നുറുക്ക് ഗോതമ്പ്. നിങ്ങൾ 1 കപ്പ് എടുക്കുന്നുള്ളൂവെങ്കിൽ ഇതിൻ്റെ പകുതി ഇട്ടാൽ മതിയല്ല. സോ അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഞാൻ ഇനി വെജിറ്റബിൾസ് വെച്ചിട്ടുണ്ട്. വെജിറ്റബിൾസ് ഞാൻ ബീൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു 10 ബീൻസ് ഞാൻ ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ക്യാരറ്റ് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്, ആ ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എടുത്തിരിക്കുന്നത് ഒരു 25ഓളം ചെറിയ ഉള്ളി, 20ഓ 25ഓ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് എടുത്താൽ മതി. ചെറിയ ഉള്ളി കാണപ്പോഴും ടേസ്റ്റ്. ഇനി ചെറിയ ഉള്ളി കയ്യിലില്ലെങ്കിൽ വലിയ ഉള്ളി മാത്രം ഉപയോഗിച്ചാൽ, സവാള മാത്രം ഇട്ടാലും മതി. ഈ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഒനിയൻ, സവാളയും കൂടി ഇട്ടിട്ടുണ്ട്, വലിയ ഉള്ളി. അപ്പോൾ ഇത്ര ഇട്ടിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഞാൻ എപ്പോഴും പറയും പോലെ ലൈറ്റ് ബ്രൗണോ ഡാർക്ക് ബ്രൗണോ ഒന്നും ആവണ്ട, ഒന്ന് വാടി കിട്ടിയാൽ മതി കേട്ടോ വെജിറ്റബിൾസും ഈ സവാളയൊക്കെ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസും സവാളയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയാണ് ഏറ്റവും മെയിനായിട്ടുള്ള കാര്യം, നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. നമ്മളിപ്പം 1 കപ്പ് ഈ നുറുക്ക് ഗോതമ്പിന് 2.25 കപ്പ് കണക്കാക്കി വെള്ളം ഒഴിക്കണം. എന്ന് പറയാം 1 കപ്പിന് 2.25 കപ്പ് വെള്ളം, എങ്കിൽ കറക്റ്റായിട്ട് ഇത് വെന്ത് കിട്ടുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ കുഴഞ്ഞു പോകും. അപ്പോൾ ഞാനിപ്പോൾ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പാകുമ്പോൾ ശരിക്കും ഞാൻ 5.5 കപ്പ് വെള്ളം ഒഴിക്കേണ്ടി വരും. ഞാൻ 5.5 കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ, അതിലേക്ക് ഒഴിക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കൃത്യമായിട്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഇത് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഇത് തീയൊന്ന് നന്നായിട്ട് കൂട്ടിയിട്ട് തിളയ്ക്കുന്നവരെ വയ്ക്കുക അങ്ങനെ. അപ്പോൾ അതേ ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഈ വെള്ളം കണ്ടോ. ഈ സമയത്ത് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എനിക്ക് അത്യാവശ്യം ഉപ്പുള്ളതുകൊണ്ടാണ് പിന്നെ ആഡ് ചെയ്യാത്തത്, ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയം നമ്മൾ ചെയ്യുന്ന ഈ വറുത്ത് വെച്ച നുറുക്ക് ഗോതമ്പില്ലേ, ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സോ ഇത് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ കുക്കർ അടച്ചു കൊടുക്കാം. ഇനി ഇതിൽ എത്ര വിസിൽ എന്നുള്ളതാണ്. ചിലത് ഗോതമ്പ് 2 വിസിൽ നന്നായിട്ട് വേവാറുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഈ റേഷൻ ഗോതമ്പ്, നിങ്ങൾ റേഷൻ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചു. നിങ്ങൾക്ക് സൂപ്പർ മാർക്കറ്റിലോ കടകളിലൊക്കെ വേണമെങ്കിൽ നുറുക്ക് ഗോതമ്പ് മേടിക്കാനും കിട്ടും കേട്ടോ. ഇത് റേഷൻ ഗോതമ്പ് ഇല്ലാതെ ചെയ്യാണ്ടിരിക്കേണ്ട. അപ്പോൾ അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് ചെയ്തപ്പോൾ 3 വിസിൽ വേണ്ടി വന്നു നന്നായിട്ട് വേവാൻ വേണ്ടി. അപ്പോൾ ഇത് ഞങ്ങൾ 3 വിസിൽ വരെ വയ്ക്കാൻ പോവുകയാണ്.
അപ്പോൾ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെക്കുക കേട്ടോ. അത് ഞാൻ നേരത്തെ പറയാൻ പറഞ്ഞത് മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതേസമയം ഞാൻ മറ്റൊരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി റൈസിൻസും കാഷ്യൂനട്ടും കൂടെ വറുത്തെടുക്കുക കേട്ടോ. ഇത് തികച്ചും ഓപ്ഷണലാണ്, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. ഞാനൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇപ്പോൾ 3 വിസിൽ വന്ന് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ പ്രഷർ ഫുള്ള് പോയിട്ട് ഇരിപ്പുണ്ട്. ഇത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. യെസ്, നന്നായിട്ട് വെന്തിരിപ്പുണ്ട് കേട്ടോ. ഒന്ന് ഇളക്കി നോക്കാം. അടിപൊളി. നമുക്ക് ഇതിലേക്ക് ഈ കാഷ്യൂനട്ടും കൂടെ നിറട്ടെ. കണ്ടോ, വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ കുറച്ചൊരു നനവിൽ അങ്ങനെ കഴിക്കുക. നിങ്ങൾക്ക് ഇനി നനവ് വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ഇത് തോർത്തിയെടുക്കാൻ പറ്റും. ഈ ചെറിയൊരു നനവിലാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയതിന് ശേഷം വീണ്ടും കാണാം. അപ്പോൾ ഒരുപാട് നൊസ്റ്റാൾജിക് മെമ്മറീസുമായിട്ട് നമ്മുടെ അതേ നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവ് റെഡിയായിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വെച്ച വെള്ളം കറക്റ്റായിരുന്നു, പരസ്പരം ഒട്ടിപ്പിടിച്ചിട്ടില്ല, നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും കൂടി ഞാൻ കഴിച്ച് കാണിക്കുന്നില്ല എന്തായിട്ടും എന്തായാലും. അപ്പോൾ ഈ ഒരു വീഡിയോ അല്ലെങ്കിൽ ഈ ഒരു റെസിപ്പി ഞാൻ എൻ്റെ ടീച്ചറുടെ ഓർമ്മയ്ക്ക് സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ ബെസ്റ്റ് കോമ്പിനേഷൻ എന്താണെന്ന് വെച്ചാൽ പഞ്ചസാര തന്നെയാണ് ബെസ്റ്റ്. എന്നെ സംബന്ധിച്ച് ഞാൻ പഞ്ചസാര വെച്ച് തന്നെ കഴിക്കാം. നിങ്ങൾക്കിനി എന്ത് പഴം വേണമെങ്കിലും അത് കൂട്ടി കഴിക്കാം. എന്തെങ്കിലും കറി ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയും കഴിക്കാം. വളരെ നല്ലൊരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് വിഭവമാണ്. അല്ലെങ്കിൽ ഈവനിങ് സ്നാക്കായിട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. സോ വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ട്രൈ ചെയ്യാം. ഞാൻ ഇടയ്ക്കൊന്നുകൂടെ പറയട്ടെ, എൻ്റെ കാക്കറവിള സ്കൂളിൽ എൻ്റെ കൂടെ പഠിച്ച ഏതെങ്കിലും ഫ്രണ്ട്സ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. വളരെ കാലമായിട്ട് ആരെയും വലിയ കോൺടാക്ട്സ് ഒന്നുമില്ല. സോ ഈ ഒരു റെസിപ്പി അല്ലെങ്കിൽ ഇത്രയും ഈസി ആയിട്ട് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.